മോത്തി സന്നിധാനത്ത് നിന്ന് അതിഗംഭീരമായിട്ടുള്ള ഒരു വിഷു ആശംസകൾ മോത്തിക്കും ഒപ്പം തന്നെ പ്രേക്ഷകർക്കും. ഇന്ന് രാവിലെ ഞാൻ കണി കണ്ടു, ഒപ്പം തന്നെ കൈനീട്ടവും വാങ്ങി. അതുപോലെ തന്നെ ഒട്ടേറെ ഭക്തന്മാർ അയ്യപ്പ വിഗ്രഹത്തിന് മുന്നിൽ കണി കണ്ട് ഒപ്പം തന്നെ കൈനീട്ടം വാങ്ങി പോകുന്ന ഒരു കാഴ്ചയാണ്. നമ്മുടെ ക്യാമറമാൻ ജയചന്ദ്രൻ മുല്ലമ്പാറയ്ക്കും അങ്ങനെയുള്ള ഭാഗ്യം കിട്ടി. അതിനുശേഷമാണ് ഇപ്പോൾ നമ്മൾ ഒരു തിരക്കിന്റെ കാര്യം പറയാൻ പോകുന്നത്. തിരക്ക് വലിയ രീതിയിലുള്ള തിരക്കുണ്ട്. ഇന്നലെ രാത്രി മുതൽ തന്നെ ഒട്ടേറെ ഭക്തന്മാരാണ് സന്നിധാനത്തേക്ക് ദർശനത്തിനായി എത്തിയിരിക്കുന്നത്. അവർ ഇതര സംസ്ഥാനത്ത് നിന്നുള്ള ആൾക്കാരുണ്ട്, കേരളത്തിന്റെ വടക്കൻ കേരളത്തിൽ നിന്നുള്ള, തെക്കൻ കേരളത്തിൽ നിന്നുള്ള എല്ലാ സ്ഥലത്തു നിന്നുള്ള ആൾക്കാരുണ്ട്. അവരെല്ലാം തന്നെ സ്വാമിയെ ശരണമയ്യപ്പ എന്ന ശരണ മന്ത്രം വിളിച്ചുകൊണ്ട് കാത്തു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മണിക്കൂറുകൾ നീണ്ട ക്യൂവിന് ശേഷമാണ് അവസാനം അവർക്ക് അയ്യപ്പ ദർശനത്തിന് വേണ്ടിയുള്ള ഒരു അവസരമുള്ളത്. പുലർച്ചെ 4 മണിക്ക് തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് ശ്രീകോവിൽ നട തുറന്നു. അതിനുശേഷം പിന്നീട് അയ്യപ്പനെ വിഗ്രഹത്തിന് മുന്നിൽ വിഷുക്കണി കാണിച്ചു. അതിനുശേഷമാണ് ഭക്തർക്ക് വിഷുക്കണി കാണാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നത്. ഒട്ടേറെ ഭക്തന്മാർ മണിക്കൂറുകൾ കാത്തു നിൽക്കുകയായിരുന്നു. അവർക്കെല്ലാം തന്നെ പുലർച്ചെ 4 മണിക്ക് വിഷു ദർശനം സാധ്യമായും. 7 മണി വരെയായിരുന്നു വിഷു ദർശനം പറഞ്ഞിരുന്നതെങ്കിൽ ഉഷപൂജ വരെ വിഷു ദർശനം നീട്ടേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ഇന്ന് അല്പസമയം മുമ്പാണ് ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി പുറത്തിറക്കുന്ന ഒരു അയ്യപ്പ വിഗ്രഹം കൊത്തിയ ഒരു ലോക്കറ്റ്, അത് അല്പസമയം മുമ്പ് ദേവസ്വം മന്ത്രി VN വാസവൻ പ്രകാശനം ചെയ്തു. ഒപ്പം തന്നെ ഈ വരുന്ന ചിങ്ങമാസത്തിൽ പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്താൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് പ്ലാറ്റിനം ജൂബിലിയുടെ ഭാഗമായി തീരുമാനിച്ചാണ്. അത് നടത്താൻ വേണ്ടിയുള്ള ഒരു തീരുമാനത്തിലേക്ക് പോവുകയാണ്. അതിനുവേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് എന്നും അദ്ദേഹം പറയുകയുണ്ടായി. വലിയ സന്തോഷത്തിൽ ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ അയ്യപ്പോ സ്വാമിയെ എന്ന് വിളിച്ചുകൊണ്ട് വിഷുക്കണി കണ്ട് അയ്യപ്പനെ കണ്ട് മടങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് സന്നിധാനത്ത് നിന്ന് കാണുവാൻ സാധിക്കുന്നത്, പറയാൻ സാധിക്കുന്നത്.